ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 31 അധ്യായം 2 വാക്യം. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സർവശക്തനും സർവാധിപനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണമായും കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉത്കണ്ഠകൾ, ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൂർണ്ണമായിട്ടും ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ളവരെ സമർപ്പിക്കുകയാണ്. ഈശോയെ, നീ ഏറ്റെടുക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പലവിധ ഉത്കണ്ഠകൾക്കും കാരണം പൂർണ്ണമായ ദൈവാശ്രയ ബോധമില്ലാത്തതാണ്. സർവശക്തനായി നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ കഴിവിൽ, ഞങ്ങളുടെ ചുറ്റുപാടിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നത്. ഈശോയെ, പൂർണ്ണമായിട്ട് നിന്നിൽ ശരണപ്പെടാനുള്ള കൃപ തരണമേ. നിന്റെ സർവശക്തിയെ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, പൂർണ്ണമായിട്ടും ഈശോയിൽ ശരണപ്പെടാനായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.